നമുക്ക് പുറകിരിക്കുന്ന പോസ്റ്ററിൽ തന്നെ കാണാം ദിലീഷ് ഏട്ടൻ എങ്ങനെയായിരുന്നു? കാരണം ദിലീഷ് ഏട്ടൻ നടനുമാണ്, ഒപ്പം സംവിധായകനുമാണ്. എങ്ങനെയായിരുന്നു ദിലീഷ് ഏട്ടൻ്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്? സോ എനിക്ക് പടത്തിൽ പുള്ളീൻ്റെ കൂടെ അധികം സീൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പുള്ളീൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ ലവ് ഹിസ് വർക്ക്. ജോജി ആയാലും മഹേഷിൻ്റെ പ്രതികാരം ആയാലും തുള്ളിമുതൽ ദൃക്സാക്ഷി ആയാലും എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു വർക്ക്. ഞാൻ പുള്ളീൻ്റെ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അതും ഏകദേശം ത്രില്ലർ മൂഡിലാണ് പടം. പുള്ളീൻ്റെ ഒരു ജോൺറ ഐ റിയലി അഡ്മയർ ഹിസ് വർക്ക് ലോട്ട്. ഇപ്പം 3 സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൈക്കിലേക്ക് വരുമ്പം എന്തായിരുന്നു രഞ്ജിത്തിന്റെ ഒരു പ്രതീക്ഷ? കാരണം ഒരു പുതുമുഖമാണ്, പ്രത്യേകിച്ച് ഭയങ്കര ഹൈപ്പിലൊക്കെ ആയിരുന്നു അല്ലേ? കാരണം ജോൺ അബ്രഹാം ലോഞ്ച് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സന്ദർഭം? സോ ഡെഫിനറ്റ്ലി എല്ലാത്തിനും ഒരു മിക്സ് ഉണ്ടായിരുന്നു. ആങ്സൈറ്റി ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൈക്ക് കഴിഞ്ഞിട്ട് കൽബിലും ഗോളത്തിലും അതുണ്ട്. ഞാൻ എപ്പോഴും കാരണം ഒരു പുതിയ പടം ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ എഫേർട്ട് ഇടുന്നത്. കാരണം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിന് ഒരുപാട് ഇനിഷ്യലി എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കുന്നത്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തോ, അങ്ങനത്തെ ഒരുപാട്. പക്ഷെ ഞാൻ ഒരു പരിധിയിൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആ ഡൗട്ടാണ് എന്നെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് നമ്മൾ കംപ്ലേസൻ്റ് ആയി പോകും. പിന്നെ നമുക്കൊരു മടി പിടിക്കും. എനിക്ക് ഒരിക്കലും ആ മടി ഫീൽ ചെയ്യണ്ട. പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പാഷൻ കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ വന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്കത് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ട് വളരണം. സോ എപ്പോഴും ആ ഡൗട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാന്ന് പറഞ്ഞു. അപ്പം ആരായിരിക്കും ഏറ്റവും നല്ല ക്രിട്ടിക് രഞ്ജിത്തിൻ്റെ? എനിക്കൊന്നു എൻ്റെ അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ എൻ്റെ യൂഷ്വലി ചിലപ്പം ചില സ്മോൾ ചലനങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യും പടങ്ങളിൽ. ചിലപ്പോൾ എനിക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു ആട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മ നോട്ടീസ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്നോട് പറയും ഇതിലാണ് ആരും കാണത്തില്ല, ഞാൻ കണ്ടല്ലോ, ആരെങ്കിലും കാണും. സോ ചിലപ്പോൾ കുറച്ച് ചൊറിച്ചിൽ വരും. പക്ഷേ എന്നാലും ഷീസ് ഡൂയിങ് ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ്. അപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് എടുക്കത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സമൺ ഹു ആക്ച്വലി എന്നെ കാരണം എന്തെങ്കിലും ഒരു ഫോൾട്ട് ആണ് അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്.